എല്ലാവർക്കും സെനത്തി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 50 ഡേയ്സ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി കണ്ടെത്തുക. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, വാഗൺ ട്രാജഡി. 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കളായിരുന്നു. ഇതിൽ നിന്ന് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മലബാർ കലാപം 1836 മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടെന്നാണ് കണക്ക്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ജമ്മികുടിയാന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് ഇവയൊക്കെ. കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേനയാണ് MSP, അല്ലെങ്കിൽ മലബാർ സ്പെഷ്യൽ പോലീസ്. തുടർച്ചയായ ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ കമ്മീഷണറാണ് വില്യം ലോഗൻ. ഇതിൻ്റെ പ്രധാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കൊനോലി. മലബാർ കളക്ടർ ആരാണെന്ന് ചോദിച്ചാൽ HV കൊനോലി. 1955. 1921 മലബാർ കലാപകാലത്തെ മലബാർ കളക്ടറായിരുന്നു EF തോമസ്. മലബാറിലെ കർഷകരായിരുന്ന മാപ്പിളമാരായിരുന്നു മലബാറിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മലബാർ ലഹളയുടെ കേന്ദ്രമായി കണക്കാക്കുന്നത് തിരൂരങ്ങാടിയെയാണ് മലബാർ ലഹളയുടെ കേന്ദ്രമായി കണക്കാക്കുന്നത്. അതേപോലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകൾ ഇവിടങ്ങളിലും മലബാറിലെ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കൊമരംപുത്തൂർ, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരെയാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കളായി കണക്കാക്കുന്നത്. മലബാർ കലാപ സമയത്ത് ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാറാണ് താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയ വർഷമാണ് 1922. 1921 മലബാർ കലാപം ആരംഭിച്ച് 1922 വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി, ഇവിടെ പറയുന്നത് പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്ക് ആണ്. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്കിൻ്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കവിത എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. അതേപോലെ 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് കമ്മത്തി ചെന്നമ്മയാണ് ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത. മലബാർ കുടിയായ്മ നിയമം 1929 കൊച്ചി കുടിയായ്മ നിയമം 1914 നിലവിൽ വന്നത്. ഈ 2 വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1929 മലബാർ കുടിയായ്മ നിയമവും കൊച്ചി കുടിയായ്മ നിയമം 1914 നിലവിൽ വന്നത്. ആൻഡമാൻ നിക്കോബാർ, ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേ എന്നിവിടങ്ങളിലേക്ക് മലബാർ കലാപങ്ങളിൽ പങ്കെടുത്തവരെ നാടുകടത്തി. എന്നീ 2 സ്ഥലങ്ങളിലേക്കാണ് മലബാർ കലാപങ്ങളിൽ പങ്കെടുത്തവരെ നാടുകടത്തിയത്. കലാപത്തിന് നേതൃത്വം നൽകി എന്ന കാരണത്താൽ ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധിച്ച 2 നേതാക്കളായിരുന്നു അലി മുസ്ലിയാറും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രേഞ്ച് ആയിരുന്നു മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. മലബാർ കലാപത്തെ ആസ്പദമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് K മാധവൻ നായർ. അതേപോലെ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കവിതയാണ് ദുരവസ്ഥ. കുമാരനാശാൻ രചിച്ച കവിത എന്തിനെ ആസ്പദമാക്കിയാണെന്ന് ചോദിച്ചാൽ അത് മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി രചിച്ച കവിതയാണ്. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം. പൂക്കോട്ടൂർ യുദ്ധം. 2 കുളച്ചൽ യുദ്ധം. 3 കുറിച്യൽ യുദ്ധം. 4 ചാന്നാർ ലഹള. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ D 1 മാത്രമാണ്, പൂക്കോട്ടൂർ യുദ്ധം. 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപകാലത്ത് പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ പ്രധാന നേതാവായിരുന്നു വടക്കേവീട്ടിൽ മുഹമ്മദ്. ഈ യുദ്ധത്തിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേവീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. 1921 ആഗസ്റ്റിൽ പൂക്കോട്ടൂരിൽ വെച്ച് നടന്ന ഈ യുദ്ധമായിരുന്നു മലബാർ കലാപകാലത്തെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം.
ഇതിൽ ഏകദേശം 3000-ഓളം കലാപകാരികൾ പങ്കെടുത്തിട്ടുണ്ട്. വളരെ ശക്തമായതിനാൽ കലാപത്തെ അടിച്ചമർത്താനാവശ്യമായ സൈനിക സഹായം വേണമെന്ന് മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റാണ് തോമസ്. യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തും എന്ന ഉദ്ദേശ്യത്തോടെ കോഴിക്കോട് തുറമുഖത്തെത്താൻ വേണ്ട സജ്ജീകരണം ചെയ്ത യുദ്ധക്കപ്പലാണ് കോമസ് യുദ്ധക്കപ്പലും അതേപോലെ ജില്ലാ മജിസ്ട്രേറ്റ് തോമസുമാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. ചെറിയ സമയമാണെങ്കിലും ഒരുപാട് കാര്യം ഉൾപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റായി അറിയിക്കുക. താങ്ക് യു.